ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ മീലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും വീട്ടിൽ വെളിച്ചെണ്ണ, ഓയിലുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഓയിലുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാം ഓയിൽ യൂസ് ചെയ്തൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതുപോലെ ഒരു സോക്സ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് നമ്മുടെ കബോർഡൊക്കെ വൃത്തികേടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു സോക്സ് ഇതിനകത്തേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ പാം ഓയിൽ ഒഴിച്ചു വെച്ചിരുന്ന ഒരു ബോട്ടിലാണിത്. പിന്നെ ഇതൊന്ന് തുറന്ന് കാണിക്കാം. അതായത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എനിക്കുള്ളത്. ആ ബോട്ടിലിന്റെ ഉള്ളിൽ നിറച്ച് എണ്ണമെഴുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് അപ്പോൾ ഇതിന്റെ ഈ ഒരു സൈഡിലൊക്കെ ഈ പാം ഓയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എണ്ണകളൊക്കെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുപ്പികൾ കഴുകിയെടുക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓയിലിന്റെ ബോട്ടിലാണ്. ആ ഒരു ബോട്ടിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ ഇതിന്റെ എണ്ണമേക്കൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും. അത് നമുക്ക് ഈ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിങ്കിന്റെ ഒരു ഹോള് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിങ്കിലൊക്കെ നിറച്ച് എണ്ണമെഴുക്കായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതിന്റെ എണ്ണമെഴുക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് കഴുകി കളയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴുകിയെടുക്കുമ്പോൾ ഈ എണ്ണമെഴുക്കൊക്കെ അരിയിലേക്ക് പറ്റി പിടിച്ചിട്ട് അത് നല്ല പോലെ ക്ലീൻ ആയി കിട്ടും. ഇത് എൻ്റെ ഇപ്പം നല്ല വായ്വട്ടം കൂടുതലുള്ളൊരു ബോട്ടിലാണ്, അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ല ചെറിയ കുപ്പികളൊക്കെ ആണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വേണം അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ഡിഷ് വാഷ് ഏതാണോ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നല്ല പോലെ തിളച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന്റെ ഈ ഒരു മൂടി അടച്ചു വെച്ചതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും. ഇത് നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തുണി യൂസ് ചെയ്തത്. നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ എല്ലാ സ്ഥലത്തേക്കും ഈ അരിയും ലിക്വിഡൊക്കെ ഒന്ന് ആകത്തക്ക രീതിയിൽ നല്ല പോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി ആണെങ്കിൽ ഇത്ര ചൂടുള്ള വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റീൽ ടൈപ്പ് ഒരു കുപ്പിയാണ്, അതുകൊണ്ടാണ് ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ചത്. പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ ചൂടില്ലാത്ത വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താലും നന്നായിരിക്കും. പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ പെട്ടെന്ന് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നല്ല ഓവനിലൊക്കെ വെക്കാൻ പാകത്തിനുള്ള പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം. ഇതായിപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, നല്ല പോലെ കുലുക്കി കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കഴുകിയ വെള്ളം ഡയറക്റ്റ് സിങ്കിലേക്ക് ഒഴിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഇതിനകത്ത് അരിയൊക്കെ ഉള്ള കാരണം ചിലപ്പോൾ സിങ്കൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ ഇവിടെ ഈ സിങ്കിൽ ഇതുപോലത്തെ ഒരു അരിപ്പ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് സിങ്കിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ അരി എടുത്ത് കളയാണ്, വേസ്റ്റിലിട്ട് കളയാണ്. ഇതായിപ്പോൾ ഇതിനകത്തുള്ള എണ്ണമെഴുക്കൊക്കെ പോയിട്ടുണ്ട്. എന്താ ഇതിന്റെ ഈ ഒരു അടപ്പ് തിരിക്കുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെ എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പഴയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് സോപ്പ് തേച്ചതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം. പിന്നെ നമുക്ക് ഇപ്പോൾ കുപ്പിയുടെ അകത്തൊക്കെ കഴുകുന്ന ബ്രഷൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വായ്വട്ടം കുറവുള്ള കുപ്പികളാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ ബ്രഷൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്കൊരു കോലിൽ തുണി ചുറ്റിയതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു മുകൾ ഭാഗവും ഞാൻ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു അടപ്പുണ്ട്, ആ അടപ്പും ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എണ്ണക്കുപ്പിയൊക്കെ നല്ല പോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. എണ്ണക്കുപ്പിയൊക്കെ കുറച്ച് നാളുകളൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു തരി എണ്ണമെഴുക്ക് പോലും ഇല്ലാതെ ഞാൻ എൻ്റെ ഈ ഒരു ബോട്ടിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ കഴുകിയതിന് ശേഷം നമ്മൾ സിങ്കിലൊക്കെ കുറച്ച് എണ്ണമെഴുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ടാപ്പ് തുറന്നിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാവുന്നതാണ്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ എണ്ണമെഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.